ഹൈക്കമാൻഡ് ഏത് തരത്തിലാണ് കണക്കാക്കുന്നത് എന്നുള്ള കൂടി ഒരു ചോദ്യമാണ്. ഞാൻ തിരികെ എത്താം. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ നമുക്ക് വെച്ചിരുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ ഒരു വിശാല സഖ്യം ഇപ്പുറത്ത്, അത് എ ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയിലും, അത് ഉമ്മൻചാണ്ടി അനുകൂലികൾ അതിനകത്തുണ്ട്, യൂത്ത് മുഖങ്ങളായിട്ടുള്ളവരും അതിനകത്തുണ്ട്, അതിനകത്ത് പി സി വിശ്വനാഥ്, വി ടി ബൽറാം അടക്കമുള്ളവരുടെ പേരുകളെല്ലാം പറഞ്ഞു കേൾക്കുന്നു. അപ്പുറത്തൊരു ത്രയമാണ് പ്രതിപക്ഷ നേതാവ് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു വശത്തായി നിൽക്കുന്നു. ഇതിൽ മറുഭാഗം ഉയർത്തിപ്പിടിക്കുന്നത് ചാണ്ടി ഉമ്മനെയാണ് എന്നുള്ളതിന്റെ ചില തെളിവുകളായിട്ട് പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മാത്രം, മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ മാത്രമല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ജനങ്ങളിലേക്ക് കടക്കാൻ ചാണ്ടി ഉമ്മൻ ഉപയോഗിച്ചത് എന്നതിൽ ഉള്ള പ്രശംസ നിറഞ്ഞ പോസ്റ്റുകൾ അടക്കമാണ്. ഏത് തരത്തിലേക്ക് ഒരു ഗ്രൂപ്പ് പോരാണെങ്കിൽ തന്നെ അതൊരു പ്രത്യേക തരം ഗ്രൂപ്പ് പോരെ, ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പോരല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് കാണേണ്ടത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴും ഒരു വ്യക്തത വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പാർട്ടിക്കകത്ത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം വി ഡി സതീശൻ എന്ന് പറയുന്ന കരുത്തൻ, ഈ മൂന്ന് പേരും ചേർന്ന ആ ത്രയത്തിനെതിരെ നടക്കുന്ന, അല്ലെങ്കിൽ ആ ത്രയം കൂടുതൽ ശക്തിപ്പെടുകയും തുടരെയുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ പാർട്ടിയിലെ ഏറ്റവും പ്രബല ശക്തികളായി, പ്രബല വിഭാഗമായി മാറുകയും ചെയ്യുമ്പോണ്ടാകുന്ന ഒരു അതൃപ്തി അല്ലെങ്കിൽ ഒരു അസഹിഷ്ണുതയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. മാത്രമല്ല, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്നത് വിഷ്ണുനാഥനെ പോലുള്ളവർ ഇപ്പൊ ഈ കൂട്ടത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഷാഫിയായിട്ടും മാങ്കൂട്ടത്തിലായിട്ടൊക്കെ ഏറ്റവും നല്ല ബന്ധം പുലർത്തി നിലമ്പൂര് ചില കാര്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പി വി അൻവറിനെ കാണാൻ ഉള്ള ഒരു പ്രേരണ പോലും വിഷ്ണുനാഥന്റെ ആയിരുന്നു എന്നൊരു സൂചനയൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല വിഷ്ണുനാഥൊക്കെ ഏകപക്ഷീയമായിട്ട് ആ കൂട്ടത്തിലേക്ക് പോകുന്നത്. പക്ഷെ എന്തായാലും അതിനകത്തൊരു പ്രശ്നം ഉള്ളതെന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും കൂടുതൽ ശക്തരാകുന്നതും അവർക്ക് എല്ലാ അനുഗ്രഹാശിസുകളുമായിട്ട് വി ഡി സതീശൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതും വലിയൊരു വിഭാഗത്തെ അത്ര സന്തോഷിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കതൊരു അലോസരം സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, വി ഡി സതീശൻ നിലമ്പൂരിലെ വിജയത്തോടുകൂടി വി ഡി സതീശൻ ഏറ്റവും കരുത്തനായി, മാധ്യമങ്ങൾ തന്നെ ആ വിജയത്തോടുകൂടി, അത് ഇത്രയും വലിയൊരു വിജയത്തോടെ വി ഡി സതീശൻ കോൺഗ്രസിലെ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി മാറി എന്ന വസ്തുത പലപ്പോഴും പല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പൊ രമേശ് ചെന്നിത്തല പോലെ, അതുപോലെ കെ മുരളീധരനെ പോലെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലും പല മോഹങ്ങളും ഉണ്ട്. ആ മോഹങ്ങള് വി ഡി സതീശൻ കൂടുതൽ ശക്തനാകും തോറും അവർക്കാർക്കും വലിയ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അവർക്ക് താങ്ങാനാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട, ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ എന്താ പറയാ, അവിടെ അസാന്നിധ്യം കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തില് ഉമ്മൻചാണ്ടിയുടെ കബറിങ്കിൽ അല്ലെങ്കിൽ കല്ലറയിൽ സന്ദർശനത്തിന് പോയപ്പോൾ മനഃപൂർവ്വം എന്ന് പലരും വിശേഷിപ്പിക്കുന്ന രീതിയിൽ മാറി നിന്ന് അടക്കം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചാണ്ടി ഉമ്മൻ നിലമ്പൂരെത്തിയപ്പോ അവിടുത്തെ പ്രചരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ വീടുകൾ കയറി ഇറങ്ങിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വീട് കയറി പ്രചരണം നടത്തിയ വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ ചാണ്ടി ഉമ്മൻ വളരെ പെട്ടെന്ന് തന്റെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് പാർട്ടിക്ക് ഏറ്റവും അന്വേഷണീയനായ ഒരു വ്യക്തിയായി മാറുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗ്രാഫ് വളരെ പെട്ടെന്ന് ഉയരുന്നു. അദ്ദേഹം പല വിഷയങ്ങളിൽ ഇടപെടുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഈ നേതാക്കളെല്ലാം ഒരുപാട് ആരാധകരുണ്ടാവുന്നു. മാത്രമല്ല, ഈ നേതാക്കളെല്ലാം പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. ഇതെല്ലാം കേവലം യാദൃച്ഛികമെന്ന് നമുക്ക് കരുതാനാവില്ല. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ആയിട്ട് വല്ലാത്തൊരു ഗ്രൂപ്പ് പോരിലേക്കും നിലവിലുള്ള സതീശനും ഷാഫിക്കും അതുപോലുള്ള മറ്റുള്ളവർക്കും എതിരെ ഒരു പടപ്പുറപ്പാടായിട്ട് ഇത് മാറ്റി അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് പോരിലേക്ക് മാറിയാൽ കോൺഗ്രസിന് ദോഷം ചെയ്യും. മറിച്ച് ആരോഗ്യകരമായ ഒരു മത്സരത്തിലേക്ക് എല്ലാവരും അവരവരുടെ പ്രസക്തി തെളിയിക്കാൻ വേണ്ടി കൂടുതൽ ശക്തമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പാർട്ടിയുടെ എന്താ പറയുക തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് കരുത്ത് കൂട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നല്ലതാണ്. ചില ഘട്ടങ്ങളിലെങ്കിലും ഗ്രൂപ്പിസം പാർട്ടിക്ക് ഗുണകരമായ സാഹചര്യങ്ങൾ ചരിത്രത്തിൽ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അതിനകത്ത് ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയൊന്നും വേണമെന്ന് ഏതെങ്കിലും ഒരു വിഭാഗം വിചാരിക്കുന്നു എന്ന് കരുതുന്നില്ല. പി ജെ കുര്യന്റെ വിമർശനത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ മറുപടി, അത് ആ വേദിയിൽ തന്നെ ഉള്ള മറുപടിയായിരുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തല വരുമ്പോൾ അദ്ദേഹം കുര്യനെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടിലേക്കും, പഴകുളം മധുവൊക്കെ അടക്കമുള്ളവർ പറഞ്ഞത് അതിലും അല്പം കടുപ്പിച്ചുകൊണ്ടുള്ളതാണ്. കെ മുരളീധരൻ അടക്കമുള്ളവരുടെ ഒരു പിന്തുണ ഇപ്പോഴത്തെ ഈ വിശാല സഖ്യത്തിനുണ്ട് എന്ന്
പറയുന്നിടത്ത് മറുഭാഗത്തുള്ള ത്രയം ദുർബലമാകുന്നു എന്നുള്ള സൂചന കൂടിയുണ്ട്. ഹൈക്കമാൻഡ് അടക്കം കേന്ദ്ര നേതൃത്വം അടക്കം എന്ത് നിലപാടെടുക്കും? KC വേണുഗോപാൽ അടക്കം ഇതിനകത്ത് എന്ത് നിലപാടെടുക്കും? പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരമാണ് പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു വിഭാഗം പ്രബലമാവുകയും മറുവിഭാഗം നേരിട്ട് പ്രതികരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെ കാണും? ഇപ്പോഴത്തെ അവസ്ഥയിൽ VD സതീശനെ അങ്ങനെ അങ്ങോട്ട് ഇവരെന്ത് വിശാല സഖ്യം ഉണ്ടാക്കിയാലും പാടെ അവഗണിക്കാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ഒരു തുടർച്ച ഹൈക്കമാൻഡിന് മുമ്പിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞാണ്. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ ഏകോപനവും അദ്ദേഹത്തിന് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ പോലും ഈ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ടുപഠിക്കണം എന്നുള്ള രീതിയിൽ ചില കമന്റുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്, CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഉജ്ജ്വലമായ അല്ലെങ്കിൽ ഏറ്റവും അനുകരണീയമായ ഒരു പ്രചരണ മാതൃക സൃഷ്ടിച്ച് മികച്ച വിജയങ്ങൾ കൊയ്തു കൂട്ടുന്ന VD സതീശനെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാധാന്യം കുറച്ചുകൊണ്ടോ അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് ആത്മഹത്യാപരമാണ്. അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിലെ യുവമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഖം ആരുടേതാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഷാഫി പറമ്പലിന്റെ മുഖമാണ്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഷാഫി പറമ്പലിന്റെ മുഖമാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും സ്വീകാര്യനായ യുവ നേതാവ്. അത് എല്ലാ വിഭാഗങ്ങളിലും അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ഒരിടത്തും ഒരു പിഴവും വരാറില്ല. ആർക്കും അദ്ദേഹത്തെ പിടിക്കാൻ ഒരു പഴുതിടാത്ത രീതിയിൽ വളരെ ഏറ്റവും നല്ല രീതിയിലാണ് അദ്ദേഹം വാക്കുകൾ പ്രയോഗിക്കുന്നത്. ഏത് വിഷയത്തിലും ഏത് വിവാദ ഘട്ടങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകളെ കയറി തൂങ്ങി ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ആർക്ക് പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെയുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാതെ. അപ്പൊ ഷാഫി പറമ്പിലിന് മാത്രമല്ല വിജയങ്ങളുടെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ വടകര വിജയത്തെ വെല്ലുന്നൊരു വിജയം അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന് ഉണ്ടായിട്ടുമില്ല. അപ്പൊ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഷാഫി പറമ്പിലിനെ VD സതീശനെ ഒരു പരിധിവരെ ഇവരിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞ് അതും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും ചേരുന്ന ആ ത്രയത്തെ തീരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അങ്ങോട്ട് അപ്രസക്തമാക്കിക്കൊണ്ട് മറുവിഭാഗം മുന്നേറാന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നു തോന്നുന്നില്ല. കാരണം അവരുടെ പിന്നിലും കേരളത്തിലെ നല്ല വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഈ പറഞ്ഞ 3 പേരുടെ പിന്നിലും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും ശ്രീ ജോർജ് പടിപ്പാറ, ഏതായാലും കോൺഗ്രസിന് ഗ്രൂപ്പ് പോര് പുതിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പലപ്പോഴും ആരോഗ്യകരമായ ഗ്രൂപ്പ് പോരിലേക്ക് പോകാറുണ്ട് കാര്യങ്ങൾ. പക്ഷേ പ്രതിപക്ഷ നേതാവ് നിലമ്പൂർ വിജയത്തിന് ശേഷം ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിന്റെ പോക്കറ്റിലാണ് മാത്രമാണ് എന്നുള്ള ഒരു ആരോപണം സംബന്ധിച്ചുള്ള പല പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട്